നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലക്കി ബാംബു എന്ന സസ്യത്തെക്കുറിച്ചാണ്. ഐശ്വര്യത്തെ കൊണ്ടുവരും എന്നാണ് ഈ ലക്കി ബാംബുവെക്കുറിച്ച് എല്ലാവരും പറയാറുള്ളത്. ഡ്രാസീന സെൻട്രിയാന എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. 5 മീറ്റർ വരെ ഉയരത്തിലാണ് ഈ സസ്യം വളർന്നു വരാറുള്ളത്. ഇതിൻ്റെ ഇലകൾക്ക് ഒരു 15 മുതൽ 25 സെൻറ്റിമീറ്ററോളം നീളത്തിൽ വളരാറുണ്ട്. വളരെ ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് ഈ സസ്യം വളർന്നു വരാറുള്ളത്. കൂടുതലും ഗൃഹാന്തര ഭാഗത്തിലൊക്കെ കൂടുതൽ ആൾക്കാരും ഇത് വെച്ച് പിടിപ്പിക്കാറുണ്ട്. സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് ഇതിൻ്റെ ഇലകൾ കരിഞ്ഞുണങ്ങുവാൻ കാരണമാക്കുന്നു. അതുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്തളങ്ങളിലും പൂമുഖങ്ങളിലും ഒരു അലങ്കാര സസ്യമായി ഇതിനെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. ജന്മം കൊണ്ട് ഒരു ഏഷ്യൻ സസ്യമല്ലെങ്കിൽ കൂടിയും ഇതിനെ ചൈനീസ് ലക്കി ബാംബു എന്ന പേരിലാണ് വിപണിയിൽ ലഭ്യമാകുന്നത്. കാമറൂണാണ് ഇതിൻ്റെ ജന്മദേശം. ഈർപ്പമുള്ള മഴക്കാടുകളിലും ഇത് സ്വാഭാവികമായി വളർന്നു വരാറുണ്ട്. ഇളം പച്ച നിറത്തിലുള്ള ഇലകളും തണ്ടുകളുമാണ് ഈ ലക്കി ബാംബുവിനുള്ളത്. മണ്ണിൽ വളരുമെങ്കിലും ഇത് ചെറു തണ്ടുകളായിട്ട് മുറിച്ച് വെള്ളത്തിൽ വളർത്തിയാണ് ഇന്ന് വിപണിയിൽ ഇത് ലഭ്യമാകുന്നത്. ലക്കി ബാംബുവിന് ധാരാളം ഓക്സിജൻ പുറന്തള്ളുവാനുള്ള കഴിവുണ്ട്. വീടിനുള്ളിലെ നെഗറ്റീവ് എനർജിയെ കളഞ്ഞ് മനുഷ്യരിൽ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ ഈ ലക്കി ബാംബുവിന് സാധ്യമാണ്. തണുപ്പ് പ്രദാനം ചെയ്യുന്ന ഇതിൻ്റെ ഇലയും തണ്ടുകളുമാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. അത് നിരവധി കോസ്മെറ്റിക് പർപ്പസിനൊക്കെ ഇന്ന് ഉപയോഗിച്ചു വരാറുണ്ട്. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ ലക്കി ബാംബു എന്ന് പറയുന്ന ഈ മുള തന്നെ ചെറിയ മുള, അത് വീട്ടിനകത്ത് വളർത്തുന്നൊരു മുളയാണത്. ഏകദേശം മുള തന്നെയാണ്. പക്ഷെ അതിനെന്താ പ്രത്യേകത വെച്ചാൽ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി, ഓക്സിജൻ ധാരാളം അത് റിലീസ് ചെയ്യും. അപ്പോൾ അത് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ശ്വാസത്തിന് നല്ല ഈ ശ്വാസകോശ രോഗങ്ങൾക്കാണ് അതിൻ്റെ ഗുണം. അതിൻ്റെ അവിടുന്ന് വിടുന്ന എനർജി തന്നെ ശരീരത്തിന് ഗുണമാണ്. അപ്പോൾ ഈ ചില ആൾക്കാർക്ക് ഈ വീസിങ് ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഇല കഷായം വെച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ വീസിങ് കുറച്ച് നിൽക്കും. പിന്നെ ചില കണ്ടീഷൻ, അതായത് ചില ഈ കാലിൻ്റെ അടിയിലൊക്കെ ഈ ചൊറിച്ചിലുള്ള ആൾക്കാർക്ക് ഇതിട്ടിട്ട് എണ്ണ മൂപ്പിച്ച് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ചൊറിച്ചിൽ കുറയും.